ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിൽ അണ്ണാ DMK രണ്ടായി പിളർന്നു. 47 MLA-മാരുള്ള അണ്ണാ DMK-യിൽ 30 പേരും SP വേലുമണി പക്ഷത്താണ്. വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തതോടെ ഇവർ പ്രോടൈം സ്പീക്കറെയും നിയമസഭാ സെക്രട്ടറിയെയും അറിയിച്ചു. ശേഷമുള്ള 17 പേർ എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. മറ്റന്നാൾ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വേലുമണി വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ അണ്ണാ DMK-യിൽ ഭിന്നതകളും തുടങ്ങിയിരുന്നു. മറുകണ്ഠം ചാട്ടം അല്ലെങ്കിൽ കുതിര കച്ചവടം രണ്ടിലൊന്ന് നടക്കുമെന്ന് എടപ്പാടി വിഭാഗം ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫലമറിഞ്ഞതിന് തൊട്ടു പിന്നാലെ MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയത്. ഒരു വിഭാഗം TVK-ക്ക് അനുകൂല നിലപാടെടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്. റിസോർട്ടിൽ വെച്ച് തന്നെ EPS-നെ നിയമസഭാ കക്ഷി നേതാവായും തെരഞ്ഞെടുത്തു. TVK-ക്ക് സർക്കാർ രൂപീകരിക്കാൻ 118 സീറ്റ് തികയാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകീയ രാഷ്ട്രീയ വികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കെ അണ്ണാ DMK MLA-മാരെ പുതുച്ചേരിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിച്ചിരുന്നു. EPS-ന്റെ വീട്ടിൽ നടന്ന യോഗത്തിൽ SP വേലുമണി നേതൃത്വം നൽകുന്ന പ്രബല വിഭാഗം TVK-യെ പിന്തുണച്ച് ഭരണത്തിൽ പങ്കു നേടണമെന്ന് ആവശ്യപ്പെട്ടു. അത് വേണ്ടെന്ന നിലപാടിൽ EPS ഉറച്ചു നിന്നതോടെ SP വേലുമണി, CV ഷൺമുഖം, വിജയ് ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ വിജയെ കണ്ട് പിന്തുണ അറിയിക്കാൻ വരെ തീരുമാനിച്ചിരുന്നു. ഈ വാർത്ത പരന്നതോടെ വിജയ്ക്കുള്ള പിന്തുണ വച്ചു നീട്ടിക്കൊണ്ടിരുന്ന VC-ക്ക് പെട്ടെന്ന് പിന്തുണക്കത്ത് കൈമാറി. ഏതുവിധവും ഉടക്കിടുമെന്ന മനോഭാവത്തോടെ ഗവർണർ നിന്നിരുന്ന സാഹചര്യത്തെ അതിജീവിച്ച് 120 പേരുടെ പിന്തുണയോടെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റന്നാൾ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് അണ്ണാ DMK നെടുകെ പിളർന്നത്. SP വേലുമണിയെ പിന്തുണച്ച് 30 MLA-മാരും EPS-നെ പിന്തുണച്ച് 17 MLA-മാരും പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യയ്ക്കും നിയമസഭാ സെക്രട്ടറിക്കും കത്തു നൽകി. വിശ്വാസ വോട്ടെടുപ്പിൽ SP വേലുമണി വിഭാഗം വിജയ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കും. നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഇവർ ഇതേ നിലപാടെടുക്കും. അണ്ണാ DMK-യുമായി ഒരു രാഷ്ട്രീയ ധാരണയ്ക്കുമില്ല എന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരുന്നത്. എങ്കിലും വേലുമണി വിഭാഗം നിരുപാധിക പിന്തുണ നൽകിയാൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിലവിൽ വ്യക്തമല്ല. ഇന്ന് വിജയ് മുതിർന്ന നേതാക്കളെ വീട്ടിലെത്തി സന്ദർശിച്ചപ്പോൾ അണ്ണാ DMK ഒഴിവാക്കിയിരുന്നു. ഏതായാലും TVK-യുടെ അതിശയ അട്ടിമറിക്കു ശേഷം 6 പതിറ്റാണ്ടു നീണ്ട ദ്രാവിഡ രാഷ്ട്രീയ ദ്വന്ദ്വം തമിഴകത്ത് കൂടുതൽ ശിഥിലമാവുകയാണ്. ഈ പിളർപ്പോടെ അണ്ണാ DMK ചരിത്രത്തിലെ ഏറ്റവും മോശം നിലയിലേക്ക് സംഘടനാപരമായി തകരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.